നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ഉയർന്നെങ്കിലും ഭരണ തുടർച്ച ഉറപ്പിച്ച LDF 75 മുതൽ 80 വരെ സീറ്റുകൾ നേടി അധികാരം നിലനിർത്തുമെന്നാണ് മുന്നണി നേതൃത്വത്തിന്റെ പ്രാഥമിക കണക്കുകൂട്ടൽ. പോളിംഗ് കണക്കുകൾ അവലോകനം ചെയ്യുന്നതിനായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഞായറാഴ്ച യോഗം ചേരും. 1987 ശേഷം സംസ്ഥാനത്ത് രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന പോളിംഗ് നിരക്കാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. 78.27% എന്ന ഉയർന്ന പോളിംഗ് ആർക്ക് അനുകൂലമെന്ന കണക്കൂട്ടലാണ് ഇടതുമുന്നണി. LDF മത്സരിച്ച 56 സീറ്റുകൾ ഏത് പ്രതികൂല സാഹചര്യത്തിലും വിജയിക്കുന്നതാണെന്നാണ് മുന്നണിയുടെ കണക്കുകൂട്ടൽ. 15 മുതൽ 20 സീറ്റുകളിൽ നല്ല മത്സരം നടന്നെങ്കിലും വിജയിക്കുമെന്നാണ് കണക്ക്. ഇതെല്ലാം ചേരുമ്പോൾ 75 മുതൽ 80 വരെ സീറ്റുകൾ നേടി മൂന്നാം തവണയും ഭരണ തുടർച്ചയെന്ന ഐതിഹാസിക നേട്ടം കൈവരിക്കാനാകുമെന്നാണ് LDFന്റെ വിലയിരുത്തൽ. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വികസനത്തെയും ജനക്ഷേമ നടപടികളെയും ശരിയെയും അംഗീകരിക്കാൻ ജനങ്ങൾ തയ്യാറാകുന്നു. കേരളത്തിലാകെ വന്ന സ്ഥിതിഗതികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതാണിപ്പോഴുള്ള അനുഭവം. കൊണ്ട് ഭരണ തുടർച്ചയ്ക്ക് ജനവിധി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിപ്രായം. മൂന്നാഴ്ച നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഭരണവിരുദ്ധ വികാരം കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് LDFന്റെ വിജയപ്രതീക്ഷയുടെ അടിസ്ഥാനം. പോളിംഗ് നിരക്കിൽ സ്വാഭാവിക വളർച്ച മാത്രമാണ് സംഭവിച്ചതെന്നും ഇടതുമുന്നണി കരുതുന്നു. പോളിംഗ് ശതമാനത്തിലെ വലിയ വർധനം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു SIRന് ശേഷം പ്യൂരിഫൈഡ് ചെയ്തൊരു വോട്ടർ പട്ടികയാണല്ലോ. അപ്പോൾ പണ്ടത്തെ സമവാക്യങ്ങളൊന്നും ഇപ്പം അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല. എങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ തന്നെ പോളിംഗ് വന്നിട്ടുണ്ട്. അത് ഗുണകരമായിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് എത്തിക്കുമെന്നാണ് കണക്കാക്കുന്നത്. പോളിംഗ് കണക്കുകൾ അവലോകനം ചെയ്യുന്നതിനായി ഞായറാഴ്ച CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരും. മണ്ഡലം കമ്മിറ്റിയിലുള്ള കണക്കുകൾ പരിശോധിച്ചാകും വിജയസാധ്യത വിലയിരുത്തുക. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.